24 ബ്രേക്കിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം പറവൂർ സീറ്റിൽ CPIM സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന് പാർട്ടി പറവൂർ നേതൃത്വം ജില്ലാ നേതൃത്വത്തെ ഏരിയ കമ്മിറ്റി ആവശ്യം അറിയിച്ചു. പറവൂരിൽ CPIക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങളിലും CPIMന് അതൃപ്തിയുണ്ട്. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് CPI. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ആര് എന്നുള്ളതാണ് LDFനകത്ത് വലിയ ചോദ്യമായി നിൽക്കുന്നത്. ആ രീതിക്കുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പറവൂർ ഇപ്പോൾ CPIയുടെ കയ്യിലാണ്. CPIയിൽ നിന്ന് ഈ സീറ്റ് CPM ഏറ്റെടുക്കണം എന്നുള്ള ഒരു ആവശ്യം പ്രാദേശിക നേതൃത്വം CPMന്റെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു വിജയ സാധ്യത എന്നുള്ളതും CPM പറഞ്ഞിരിക്കുന്നു. ഇത് CPIക്കുള്ളിൽ തന്നെയുള്ള ഒരു പടലപ്പിണക്കം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെയുണ്ട്. അതിൽ ഒരു ജില്ലാ നേതൃത്വത്തിന്റെ ഒരു ഇടപെടലാണ് ഇനി വേണ്ടത് എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ 2 ടൈമിലും CPI മത്സരിച്ചപ്പോഴും ഒരു പ്രധാനപ്പെട്ട നേതാവ് പന്ന്യൻ രവീന്ദ്രനെ പോലുള്ള ഒരാൾ വന്നിട്ട് പോലും VD സതീശൻ വലിയ ഒരു മാർജിനിൽ തന്നെ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇപ്രാവശ്യവും കൂടി ഒരു പൊതുസമ്മതനോ അല്ലെങ്കിൽ ഒരു CPMന്റെ സ്ഥാനാർത്ഥിയോ അവിടെ വന്നാൽ മാത്രമായിരിക്കും ഒരു വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു വിലയിരുത്തലാണ് പ്രാദേശിക നേതൃത്വത്തിനുള്ളത്. അത്തരത്തിലൊരു പൊതു സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചർച്ച ഇപ്പോൾ തന്നെ മുന്നണിയിൽ നടക്കുന്നുണ്ട്. പല പേരുകൾ CPIക്ക് അകത്തുനിന്ന് വന്നിരുന്നു, VS സുനിൽകുമാറിന്റെ ഉൾപ്പെടെയുള്ളത്. പക്ഷേ അതൊന്നും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. VD സതീശനാണെങ്കിൽ വലിയൊരു മാർജിനിൽ വിജയിക്കുമെന്നുള്ള വലിയ കോൺഫിഡൻസ് അവരുടെ ഒരു പാളയം ഇതിനോടകം തന്നെ വെച്ചു പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ CPMന് അത് ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പൊതുസമ്മതനെ തന്നെ അവിടെ നിർത്താനുള്ള ചർച്ചകൾ നടക്കുന്നു. ഇതിനിടയിലാണ് ആ സീറ്റ് ഏറ്റെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അവിടുത്തെ പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ ചർച്ചകൾ നടക്കുന്നത്. CPIക്കുള്ളിൽ അവിടെ ചില പഠന പ്രശ്നങ്ങൾ, ഒരു സംഘടനാ പ്രശ്നങ്ങളുണ്ട്. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.